guys, welcome back to me channel. So നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഹോസ്റ്റലിൽ ഞാൻ വീട്ടിൽ വന്നിട്ടായിരുന്നു വാല്യുവേഷൻ്റെ അവധിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ശനിയാഴ്ച ചുമ്മാ ഇട്ടിരുന്നപ്പോഴത്തേനും ഒരു കുഞ്ഞാവനെ കാണാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. ഈ ഒരു സ്ഥലത്തിന് ഞാൻ അണലി വളമെന്നാണ് വിളിക്കുന്നത്. കാരണം ഞാനൊരു ദിവസം ഫംഗ്ഷൻ കുഞ്ഞാവിടെ ഇപ്പോൾ ഒരു കുഞ്ഞാവനെ കാണാൻ പോവാണ്. അപ്പോൾ കുഞ്ഞാവയുടെ ഫസ്റ്റ് ബർത്ത്ഡേ വ്ളോഗ് അതിന് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ബർത്ത്ഡേയുടെ അന്ന് ഞാൻ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെന്തോ എടുക്കാനായിട്ട് പോയതാണ്. അപ്പോഴത്തേക്കും ഞാനൊരു അണലീനെ കണ്ടു. ബാച്ച് ഔട്ടാ വരുമോ അണലി വരുമോ ഒരുമിച്ചായിരുന്നു. അപ്പോഴത്തേക്കിനും ഞങ്ങളതിന് പേരിട്ട് അണലി വളവ്. കുഞ്ഞണലിയായിരുന്നു, കുഞ്ഞിത്. അപ്പം ഞാൻ അണലി വളവതിന് പേരിട്ട്. മറ്റേ സുമതി വളവ് എന്നൊക്കെ പറയുന്നവരെ അണലി വളവ്. വെയിലില്ല ഗൈസ്, വെയിൽ മഴക്കുള്ള ഞാൻ കണ്ട വേർത്ത് കുളിച്ചു. പോകുന്ന വഴിക്ക് കുറേ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതായത് നല്ല ഉറവയൊക്കെ വരുന്ന പാറയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നല്ല രസമാണ് കാണാൻ. അവിടെ ചെല്ല് നിൽക്കുമ്പോൾ ഒരു നല്ല കൂളിംഗ് ഒക്കെയാണ്. പിന്നെ പോകുന്ന വഴിക്ക് കുറേ റംബൂട്ടാൻ ഇങ്ങനെ വലയിട്ട് മുടി ഇട്ടേക്കുന്ന കാണുമ്പോൾ കുറേ അങ്ങനെ നിൽക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ നടന്നു പോകുന്ന വഴിക്ക് ഉറവയൊക്കെ വന്നിട്ട് ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ നടന്നു പോവാണ് ഗൈസ്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ കണ്ട് ഗൈസ്, നല്ല പശുക്കളൊക്കെ. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അവരെ. പക്ഷെ എനിക്ക് പേടിയാണ് ചേച്ചിയെ വീഡിയോ എടുത്ത്. ഗൈസ് ഞങ്ങൾ കുഞ്ഞാവയുടെ അടുത്ത് തന്നെയാണ്. കുഞ്ഞാവ ആദ്യം എൻ്റെ അടുത്ത് ഒട്ടും കമ്പനി അല്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കൊരു കമ്പനിയായി. ഇങ്ങോട്ട് നോക്കി കുറേ നാൾ കൂടിയിട്ട് ഞാൻ കാണാൻ. ഹോസ്റ്റലായതുകൊണ്ട് എനിക്ക് വെപ്രാളമായിരുന്നു പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ. ഇപ്പോഴാണ് കണ്ടത്. നോക്കിയാ ടാറ്റാ. ഗൈസ് ഒരു കൊറിയർ ഉണ്ടായിരുന്നു. ഞാൻ മീഷോന്ന് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആക്ച്വലി ഞാൻ വിചാരിച്ച അമ്മയുടെ ഡ്രസ്സായിരിക്കും എന്നാണ്. പക്ഷേ എൻ്റെ ഡ്രസ്സാണ് വന്നത്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഈ ഒരു ഡ്രസ്സ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ്. എൻ്റെ ബർത്ത്ഡേക്ക് അമ്മ സർപ്രൈസായിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷേ സർപ്രൈസൊക്കെ പൊളിഞ്ഞു പോയായിരുന്നു കേട്ടോ. പിന്നെ സംഭവം വന്നു. അപ്പം ഞാൻ തുറക്കാൻ വേണ്ടിയിട്ട് കണ്ടു ഗൈസ്. ഇതാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഫ്രോക്കാണോ ഗൗണാണോ എന്ന് പറയാൻ പറ്റില്ല. ഒരു നല്ല ഫുൾ ഇറക്കമുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതിന് കുഞ്ഞാവ് എൻ്റെ അത് വാങ്ങിച്ചുകൊണ്ട് പോയി. പിന്നെ അത് അൺബോക്സ് ചെയ്തു. കാരണം ഞാൻ ചെക്ക് ചെയ്തതാണ് കറക്റ്റ് സൈസൊക്കെ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് പെട്ടെന്നെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കി ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. കണ്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഇത്രയും നല്ല ലെങ്ത്ത് വരുന്നുണ്ട് അതിന്, കണ്ടോ. അപ്പം ഞാൻ ഇത് ഇട്ട് കാണിച്ചു തരാം ഗൈസ്. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നോട് ലിങ്ക് ചോദിച്ചാൽ അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഗൈസ് കുഞ്ഞാവ് വെളിയിൽ വന്നിട്ട് ഇവിടെ ജാതിക്കയുടെ കുരു കുറേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ പിന്നെ ഭയങ്കര ചിരിയൊക്കെയാണ് കേട്ടോ. ഫുള്ള് ചിരിച്ചങ്ങ് മയക്കും നമ്മളെ. ഗൈസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും ക്യാബേജ് തോരനുമായിരുന്നു. സോ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ഗൈസ്.